ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കാന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മുടെ 10th ഒക്കെ SSLC റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇനിയിപ്പോ എന്ത് വീഡിയോ ചെയ്യാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ 10th ക്ലാസ്സിലും +2ലും മാർക്ക് റിവീൽ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, അല്ല ചാനൽ കാണുന്നുണ്ട് പക്ഷെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താം. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസിന്റെ ഒക്കെ പുതിയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ 2 മക്കൾ. അപ്പോൾ അതിൽ എൻ്റെ ചേച്ചി വന്നിട്ട് ഒരു പഠിപ്പിയാണ്. എന്നാൽ ഞാൻ എന്താ പറയുക അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ എന്താ പറയുക ഞാൻ നമ്മളിങ്ങനെ അലമ്പൊക്കെ കാണിച്ച് ചിരിച്ച് കളിച്ച് നടന്ന് ഇതേപോലെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കണ്ണിലെ കരടായിട്ടൊക്കെ നടന്നിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്താ പറയുക നമ്മുടെ 10th ഞാൻ CBSE ആണ് പഠിച്ചത്, ഞാൻ കേന്ദ്ര വിദ്യാലയത്തിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് 10th ക്ലാസ് റിസൾട്ട് വന്ന സമയത്ത് അവർക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എൻ്റെ അടുത്തൊന്നും ഫുൾ A+ കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടിരിക്കുന്നു. പക്ഷെ എന്ത് കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് നിന്ന് അത് എക്സ്പെക്ട് ചെയ്തതെന്നുള്ള കാര്യം എനിക്കിപ്പോഴും ഒരു പിടുത്തമില്ല. കാരണം ഞാൻ അങ്ങനെ അത്ര വലിയൊരു പഠിപ്പൊന്നും ആയിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക, പക്ഷെ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ ആരും എക്സ്പെക്ട് ചെയ്യൂല, കാരണം എൻ്റെ കളി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നെ നമ്മുടെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന സമയത്ത് റിസൾട്ടിന് മുന്നേ നമ്മുടെ എക്സാമിൻ്റെ കാര്യത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മുന്നേ ഒരു ഷോർട്ട് വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പണ്ട് കെമിസ്ട്രി പ്രൊഫസർ ആവണം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ കെമിസ്ട്രി പ്രൊഫസർ ആവണം, സയൻസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളോട് ഞാനിങ്ങനെ പറയുമായിരുന്നു ഞാൻ സയൻസ് എടുക്കുള്ളൂ. അപ്പോൾ അവള് പറയുമായിരുന്നു അവള് കോമേഴ്സ് എടുക്കുള്ളൂ, നമുക്ക് ഈ സ്കൂളിൽ തന്നെ പഠിക്കാം. പക്ഷെ എന്താ പറയുക, എന്നിട്ട് നമ്മുടെ ഈ ഓട്ടോഗ്രാഫ് ഉണ്ടാവില്ല സ്ലാം ബുക്ക്, അതിൻ്റെ അകത്തൊക്കെ അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് നീ സയൻസ് ഒക്കെ പഠിച്ച് നീ എന്താ പറയുക, ഈ സയൻസിന്റെ ക്ലാസ് എനിക്ക് തോന്നുന്നു മുകളിലത്തെ ഫ്ലോറിലും കോമേഴ്സിന്റെ ക്ലാസ് അന്നൊക്കെ താഴത്തെ ഫ്ലോറിലായിരുന്നു. അപ്പൊ അങ്ങനെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ സയൻസ് ഒക്കെ പഠിച്ച് വലിയ ആളാവുമ്പോൾ ഞാൻ കോമേഴ്സ് പഠിച്ചിട്ട് തൊട്ട് താഴത്തെ ഫ്ലോറിൽ ഉണ്ടാവും കേട്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എഴുതിയതാണ്. എന്നിട്ട് അങ്ങനെ എൻ്റെ 10th ക്ലാസ് എക്സാം ആയി. അപ്പൊ 10th ക്ലാസ് എക്സാം ആയ ടൈമിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ബൈ ഹാർട്ട് അടിച്ചിട്ട് എല്ലാം പഠിക്കാം. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ അതും ബൈ ഹാർട്ട് അടിച്ച് പഠിക്കുക എന്ന് മാത്രമല്ല, എനിക്ക് എക്സാമിന് തലേ ദിവസം പഠിച്ച സാധനങ്ങൾ എല്ലാം ഒന്ന് ഫുള്ള് ബൈ ഹാർട്ട് അടിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് എക്സാമിന് എഴുതാൻ കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഞങ്ങൾക്ക് സയൻസ് എക്സാം വന്നിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൂടി ഒരു സിംഗിൾ എക്സാം ആയിട്ടായിരുന്നു നടത്തിയത്. അപ്പോൾ ഈ എക്സാമിന് തലേദിവസം വന്നിട്ട് എനിക്കാണെങ്കിൽ ഇത് മൊത്തം പഠിച്ച് തീരുന്നില്ല. സ്വാഭാവികമായിട്ട് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ഈ മൂന്ന് സബ്ജക്റ്റും കൂടി ഒരു ദിവസം എക്സാം എന്ന് പറയുമ്പോൾ ഏകദേശം 10-16 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒരു എത്ര പറയുക 6-7 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് കെമിസ്ട്രി 6, ഫിസിക്സ് അങ്ങനെ ഉണ്ട് പഠിക്കാൻ. അപ്പോൾ ഇത് പഠിച്ചു തീർന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തുമില്ല. ഞാനിങ്ങനെ ഒരുമാതിരി പ്ലാൻ കടിച്ചിട്ട് ലാസ്റ്റ് എക്സാം എഴുതാൻ പോയിട്ട് പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ പണ്ടൊന്നും എനിക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ ഞാനത് വച്ചയ്ക്ക് വിട്ടിട്ട് വരും. ഞാൻ അല്ലാണ്ട് ഈ വായി തോന്നിയത് എഴുതുക അല്ലെങ്കിൽ ഗ്യാസ് എഴുതി വെക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് പണ്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് അറിയുന്ന മാത്രം എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോന്നു. അന്നത്തെ എക്സാം ആണെങ്കിൽ എല്ലാവർക്കും എളുപ്പമുള്ള ഒരു എക്സാം ആയിരുന്നു. അത്രയും സിമ്പിളായിരുന്നു. ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാണ്ട് പോയത് കൊണ്ട് എന്തായി എനിക്ക് ടഫായി. അപ്പം ഞാൻ നോക്കുമ്പോണ്ട് വന്നവർക്കും പോയവർക്കൊക്കെ എളുപ്പമുള്ള എക്സാം സയൻസ്. ബാക്കി എന്നിട്ട് പിന്നെ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി, ഞാൻ പൊട്ടിന്നൊക്കെ പേടിയായി. അന്നാണെങ്കിൽ 35 മാർക്ക് കേട്ടോ പാസ്സാവാൻ വേണ്ടത്. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് കണക്കൂട്ടിയൊക്കെ നോക്കുമായിരുന്നു എനിക്ക് 35 കിട്ടുമോ അങ്ങനെ ഇങ്ങനെ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മാക്സിമം പോയ ഒരു 42 മാർക്ക്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അവർ വാരിക്കൂരിയിട്ട് തന്നാൽ 42 കിട്ടും എന്നുള്ള ഇത് മിനിമം ഒരു 32, 33 ആ ഒരു റേഞ്ചിൽ വരും. എന്നിട്ട് അങ്ങനെ നമ്മുടെ വാല്യൂഷൻ കഴിഞ്ഞു. അതിന് ശേഷം നമ്മുടെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ പേടി ഞാൻ പൊട്ടുന്നായിരുന്നു. എന്നിട്ട് റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ പാസ്സായി. 76% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ പൊട്ടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാസ്സാകുക എന്ന് എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ കാര്യമായിരുന്നു. പക്ഷേ ബാക്കി എല്ലാവർക്കും അങ്ങനെ ആയിരുന്നില്ല. ബാക്കി എല്ലാവരും എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവും എന്ന് എല്ലാവരും എക്സ്പെക്ട് ചെയ്തു. പക്ഷെ അത് എന്തിനാണ് എല്ലാവരും ഈ കുടുംബക്കാർക്ക് എന്തിനാണ് അത് എക്സ്പെക്ട് ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം എൻ്റെ കളി എൻ്റെ പഠിത്തമൊക്കെ അങ്ങനെയായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് പാസ്സായാൽ മതിയായിരുന്നു. ഞാൻ പാസ്സായി. അങ്ങനെ നമ്മുടെ 10th അന്നത്തോടു കൂടി അന്നത്തെ ആ സയൻസ് എക്സാമും കൂടി ഞാൻ തീരുമാനിച്ചു ഞാൻ സയൻസ് എടുക്കൂല, എനിക്ക് സയൻസ് വേണ്ട. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് കോമേഴ്സിക്ക് ചാടി.
കൊമേഴ്സിക്ക് ചാടി എന്ന് പറഞ്ഞാൽ എനിക്ക് കൊമേഴ്സിനൊന്നും അറിയില്ല കേട്ടോ. ഒന്നും ഓൾറെഡി കൊമേഴ്സ് നമ്മൾ +1 കയറുമ്പോഴാണ് പഠിക്കുക. പക്ഷെ എന്നാൽ പോലും നമുക്ക് നേരത്തെ പ്ലാൻ ഉണ്ടാവില്ല. നമുക്ക് ഈ സ്ട്രീമാണ്, ഇത് ഒരു പ്ലാൻ ഇല്ലാണ്ട് വേഗം കൊമേഴ്സിക്ക് അങ്ങ് പോയി ചാടി. അങ്ങനെ കൊമേഴ്സ് പോയി. ഞാൻ എന്താ സ്കൂളിൽ തന്നെ, കേന്ദ്ര വിദ്യാലയത്തിൽ തന്നെ ഞാൻ പഠിച്ചത്. അങ്ങനെ ഒരു +1 തുടങ്ങിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 10ാം ക്ലാസ്സിൽ നമുക്കൊരു ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ബാക്ക് ബെഞ്ചേഴ്സ് ഗ്യാങ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ കമ്പനിക്കാരുണ്ടായിരുന്നു. ഓരോക്കെ മറ്റേ സ്കൂളിൽ നിന്ന് മാറി, നമ്മൾ സ്റ്റേറ്റ് സിലബസിലോട്ട് മാറി. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ അതിലാണെങ്കിലും മെജോറിറ്റി എല്ലാവരും എന്താ പറയുക അത്യാവശ്യം പഠിക്കുന്ന ആൾക്കാർ. അങ്ങനെ അലമ്പ് കളിക്കാനൊന്നും ആരും ഇല്ലാണ്ടായി. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും തന്നെ പഠിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ അന്നത്തെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം ഞാൻ തള്ളാൻ പഠിച്ചു. അതായത് നമുക്ക് അറിയില്ലെങ്കിലും ഞാൻ വായി തോന്നിയതൊക്കെ എഴുതി വെക്കാൻ പഠിച്ചു. അങ്ങനെ ഞാൻ പിന്നെ +1 ആണെങ്കിലും അതെ, ഞാനിപ്പോൾ നമ്മുടെ മോഡൽ എക്സാം അല്ലെങ്കിൽ ഹാഫ് ഇയർലി ഇങ്ങനത്തെ എക്സാമിനൊന്നും ഞാൻ ഫുള്ള് പഠിച്ചിട്ടല്ല വരെ, ഞാൻ വളരെ കുറച്ചേ പഠിക്കുള്ളൂ. ബാക്കി ഞാൻ തള്ളാൻ തുടങ്ങി. പേപ്പർ കിട്ടാൻ തുടങ്ങുമ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാർക്കുണ്ട്. ഞാനിങ്ങനെ എനിക്കും എൻ്റെ ഫ്രണ്ട്സ് എന്നെ പറയുന്നേ, ഈ ഞങ്ങളുടെ അത്ര പോലും പഠിച്ചില്ലല്ലോ, പിന്നെ നമുക്ക് ഇങ്ങനെ ഇത്ര മാർക്ക് എന്ന് ചോദിക്കുമായിരുന്നു. എന്നിട്ട് എൻ്റെ പേപ്പറൊക്കെ എടുത്തിട്ട് വീട്ടിൽ കമ്പയർ ഒക്കെ ചെയ്ത് നോക്കും. അപ്പം നോക്കുമ്പോൾ പറഞ്ഞത് സത്യമാണ്, കാരണം ഞാൻ തള്ളി തന്നെ ഇരിക്കും. പക്ഷെ എനിക്ക് അതിന് മാർക്ക് ഉണ്ടാവും. അപ്പം എൻ്റെ ഫ്രണ്ടൊക്കെ പറയായിരുന്നു, നിന്റെ തള്ളിയിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. അങ്ങനെ ഞാൻ തള്ളാൻ പഠിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ അക്കൗണ്ടൻസി ഒക്കെ കോമഡി ആയിരുന്നു. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മിസ് ഉണ്ടായിരുന്നു. അപ്പോൾ മിസ് പൊതുവേ നമ്മുടെ ലാസ്റ്റത്തെ ഒരു 3 പീരീഡൊക്കെ അടുപ്പിച്ച് മിസ് എടുക്കും. എന്നിട്ട് മിസ് ഒരു പ്രോബ്ലം തരും. നമുക്കിപ്പോൾ ഒരു സാധനം പഠിപ്പിക്കുക വിചാരിക്കും, ഒരു പ്രോബ്ലം തരും. എന്നിട്ട് മിസ് പറയും, ഇത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയും. എന്നിട്ട് പറയും, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞവർക്ക് വേഗം തീർന്നവർക്ക് വേഗം വീട്ടിൽ പോകാൻ പറയും. എന്നിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും എഴുതാൻ തുടങ്ങും. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ ചെക്കന്മാരൊക്കെ വേഗം തീർത്തിട്ട് അവർ വീട്ടിൽ പോകും. ഞങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് എന്താ പറയുക, നമ്മുടെ ഒരു സമയം, ഒരു മാക്സിമം ടൈം, ഒരു 6 മണി വരെയൊക്കെ ഇരിക്കും. 6 മണി 6:30 വരെയൊക്കെ ഇരിക്കും. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ മിസ്സിന് മനസ്സിലാവും. അതും എപ്പോൾ തുടങ്ങിയതാ, ഒരു ഉച്ചയ്ക്കൊരു 1:30 തുടങ്ങിയതായിരിക്കും കേട്ടോ. ഈ പഠിക്കാൻ തുടങ്ങിയത് 1:30 തുടങ്ങിയതായിരിക്കും. എന്നാലും തീരൂല. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് മിസ്സിന് മനസ്സിലാവും ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അങ്ങനെ മിസ് ബോർഡിൽ എഴുതിട്ട് പൊക്കോളാൻ പറയും. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ +1 ജീവിതം മൊത്തം. അതായത് മിസ് ഒരു പ്രോബ്ലം തന്ന് ലാസ്റ്റ് മിസ് തന്നെ അതിന്റെ സൊല്യൂഷനൊക്കെ 2-3 മണിക്കൂർ ഞങ്ങൾ ട്രൈ ചെയ്ത് ഞങ്ങൾക്ക് കിട്ടാണ്ട് മിസ് അതിന്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമായിരിക്കും എന്താ ഉണ്ടാവുക, ഞങ്ങൾ കഴിഞ്ഞ് പോവുക. കാരണം ഇല്ലെങ്കിൽ മിസ്സിന് മനസ്സിലാവും ഒരു സമയം കഴിഞ്ഞ് ഇനി ഇവരിവിടെ എത്തിയിട്ട് കാര്യമില്ല, ഇവരിവിടെ തന്നെ ഇരിക്കുന്നു മനസ്സിലാവും. മിസ് ഞങ്ങളെ പറഞ്ഞേക്കും. അങ്ങനെയായിരുന്നു ഞങ്ങൾ +1 ജീവിതം പോയിരുന്നത്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് സ്കോറൊക്കെ കുറച്ചൊക്കെ കൂടി വരാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ നമ്മുടെ +2 ഇതേപോലെയൊക്കെ തന്നെ പോയി. പിന്നെ എന്താ പറയുക, ഈ സയൻസ് തലേന്ന് പോയപ്പോൾ തന്നെ ഒരു ഒരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ +1 +2 ഞാൻ മാത്സ് തലേന്ന് ഒഴിവാക്കി. മാത്സിന് പകരം ഞാൻ എടുത്തിരുന്നത് പ്രോഗ്രാമിംഗ് ആയിരുന്നു. പ്രോഗ്രാമിംഗ് അതിലും കോമഡി. പ്രോഗ്രാമിംഗ് ഒരു തേങ്ങക്കൊല്ലും അറിയില്ല. ഞങ്ങൾക്ക് അത്രയും കാലം ഞങ്ങൾ സീനിയേഴ്സ് വരെ ജാവ ഇരുന്ന് പഠിച്ചിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഈ സിലബസ് മാറി പൈത്തണായി. അപ്പോൾ പൈത്തനെ കുറിച്ച് ആർക്കും വലിയ പിടുത്തമില്ല. സിലബസ് മാറി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഫുൾ എറർ. എങ്ങനെ കോഡിങ് ചെയ്താലും ഫുൾ എറർ. എങ്ങനെയാ പാസ്സാവുക ഒന്നും അറിയില്ല. അതിനൊക്കെ കഴിഞ്ഞ് നമ്മുടെ +2 ആയി. +2 എക്സാം ഒക്കെ അടുപ്പിച്ച് ടൈം ടേബിൾ വന്നു. അങ്ങനെ എക്സാം ഞങ്ങൾക്ക് സെൻറ്റർ കിട്ടിയത് നവോദയയിലായിരുന്നു. അതിന് നവോദയയിൽ പോയിട്ട് എക്സാം എഴുതി. ഒരു ഫസ്റ്റ് 2 എക്സാം എന്തോ വന്നപ്പോഴാണ് നമ്മുടെ കൊറോണ കയറി വന്നത്. അങ്ങനെ കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആയി. പിന്നെ ലോക്ക്ഡൗണിന് ശേഷം പിന്നെ ബാക്കി എക്സാംസും കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ അതിനുശേഷം കുറേ കാലം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു. അപ്പോൾ റിസൾട്ട് വരുന്ന ആ ഒരു ദിവസം, +2 റിസൾട്ട് വരുന്ന ആ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആർക്കും ഒരു എക്സ്പെക്ടേഷൻ ഇല്ല കേട്ടോ. അതായത് നമ്മുടെ 10ാം ക്ലാസ്സിൽ നമുക്ക് ഒട്ടും മാർക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ജസ്റ്റ് പാസ്, അല്ലെങ്കിൽ നമുക്ക് എവിടെ അഡ്മിഷൻ കിട്ടുന്നുണ്ടാവില്ല, ആ ഒരു ഇതിൽ നിൽക്കണം. അപ്പം അന്ന് അമ്മ വെറുതെ, അതായത് നമുക്ക് നേരത്തെ റിസൾട്ട് എന്താ വരുന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അമ്മ വെറുതെ ഒരു ദിവസം പായസം വെച്ചു. അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് റിസൾട്ട് വന്നു. അപ്പം ടെൻഷനായി. എന്നിട്ട് നേരെ ഞാൻ റിസൾട്ടൊക്കെ നോക്കാൻ നമ്പറൊക്കെ അടിച്ച് കിട്ടുന്നില്ല, ആർക്കും കിട്ടുന്നില്ല. റിസൾട്ട് നോക്കിയിട്ട് എങ്ങനെ നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോണ്ട് ക്ലാസ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ്, കൺഗ്രാജുലേഷൻസ് ശരണ്യ ആൻഡ് വൈശാഖി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് മിസ്സിൻ്റെ. അപ്പം ഞാനിങ്ങനെ
ഇതെന്ത് തേങ്ങയെന്ന് വിചാരിച്ചിട്ട് മെസ്സേജ് എടുത്ത് നോക്കുക. അപ്പോൾ മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് കൺഗ്രാറ്റുലേഷൻസ് ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെ പേര്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് സ്കൂൾ ടോപ്പേഴ്സാണ് മെസ്സേജ്. ഞാനിങ്ങനെ ഒരുമാതിരി കിളി പോയ പോലെ ഇത് ഞാൻ തന്നെയാണ്, ഇതെന്ത് തേങ്ങയപ്പം ഉണ്ടായത് എന്നുള്ള രീതിക്ക് ഞാൻ എന്നിട്ട് ലൈക്ക് ഫോൺ അവിടെ വെച്ച് ഞാൻ വീടിൻ്റെ പിന്നാമ്പുറത്ത് പോയി. ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം കരഞ്ഞു. ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഓക്കെ, മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു, കാരണം ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പത്തിൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോൾ ആ നല്ല രീതിക്കുള്ള പുച്ചും പരിഹാസമൊക്കെ പല സ്ഥലത്തു നിന്ന് കേട്ടതുകൊണ്ട് ഞാൻ അങ്ങനെ കുത്തിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ടോപ്പറൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാനിങ്ങനെ കിളി പറയ പോലെ ഇതിപ്പോൾ ഇവിടെ ഉണ്ടായത്, ഇനിയിപ്പോൾ എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്നുള്ള രീതിക്ക് ഞാൻ അതിൻ്റെ ഇടയിലുണ്ട് എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നു, എടി പട്ടിക്കഴിവേറി നിനക്ക് ഇത്രയും മാർക്കോ, ഈ ടോപ്പറായി തള്ള ശരിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എനിക്കറിയാൻ പാടില്ല, ഞാൻ ഈ കൃത്യത്തിന് ഉത്തരവാദിയില്ല എന്നുള്ള രീതിക്ക് ഞാൻ. എന്നിട്ട് അങ്ങനെ മാർക്ക് പിന്നെ റിസൾട്ട് കിട്ടി നോക്കിയപ്പോൾ ഉണ്ട് 96.4%. 96.4% മാർക്ക്. ഞാനിങ്ങനെ ഒരു മരിക്കേളി പറഞ്ഞ അവസ്ഥ. ഒരുവിധം എല്ലാ സബ്ജക്റ്റും 95ന്റെ മുകളിലുണ്ട് 100. ഞാനിങ്ങനെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അത്രയും കാലം എന്നെ ഇഷ്ടമല്ലാത്ത ടീച്ചേഴ്സ്, അല്ലെങ്കിൽ എന്നോട് അത്രയും കാലം മിണ്ടാത്ത എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ ചില റിലേറ്റീവ്സ്, ഇവർക്കൊക്കെ ഭയങ്കര സ്നേഹം. ഞാനിങ്ങനെ എന്തപ്പത്. എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, എൻ്റെ ഒരു മിസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ശരണ്യ പണ്ട് ബാക്ക് ബെഞ്ചിലൊക്കെ ഇരുന്ന് ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ശരണ്യനെ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് എന്ന് അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ സത്യാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ മിസ് തന്നെ ഞാൻ അലമ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അത്രയും പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ഇങ്ങനെയൊന്നും അല്ലല്ലോ മിസ് ഇത്രയും കാലം പറഞ്ഞു എന്നുള്ള രീതിക്ക് ഞാൻ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അതെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ആൾക്കാർക്ക് കേട്ടാൽ തോന്നുന്നു എന്താ അപ്പോൾ +2 റിസൾട്ട് ഇതിനിപ്പോൾ ഇത്ര മാർക്ക് കിട്ടും, ഇത്ര വലിയ കാര്യമില്ല, അല്ലെങ്കിൽ പറഞ്ഞത് ഓക്കെ. ഇപ്പോൾ ആൾക്കാരിപ്പോൾ പറയുന്നത് എന്താ പറയുക 10ാം ക്ലാസ് വഴിത്തിരിവാണ്, +2 വഴിത്തിരിവാണ്. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം 10ാം ക്ലാസ് വഴിത്തിരിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് +1 +2 അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കടമ്പ മാത്രം. പിന്നെ +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് വല്ല ഡിഗ്രിക്കൊക്കെ ചേരുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിനൊക്കെ ചേരുന്ന സമയത്ത് നമുക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം മാത്രമാണ് ഈ 10ത്തെ മാർക്ക് +2ത്തെ മാർക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അത് മാത്രമായിരുന്നില്ല. കാരണം എന്നെ അത്രയും കാലം റെക്കഗ്നൈസ് ചെയ്യാത്ത പല ആൾക്കാരും എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ആ ഒരു +2ത്തെ മാർക്ക് വന്നതിന് ശേഷം. ഇപ്പോഴും ഞാനിപ്പോൾ എൻ്റെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബോർഡിൽ എൻ്റെ പേരുണ്ട്, ശരണ്യ ഇത്ര മാർക്ക് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പോയാലും എനിക്ക് അതിൽ എൻ്റെ പേര് കാണാനുണ്ട്. അത് പണ്ടൊക്കെ ഞാൻ സ്കൂളിലൊക്കെ ആയിരുന്ന സമയത്ത് ഈ ടോപ്പേഴ്സ് ബോർഡൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വെറുതെ വിചാരിക്കുമായിരുന്നു, ഇതിലൊന്നും നമ്മുടെ പേരൊന്നും കിട്ടാൻ ഒരു യോഗവും ഇല്ല എന്ന് വിചാരിച്ച ആ സ്ഥലത്ത് എൻ്റെ പേര്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഭയങ്കര ഒരു അതിപ്പോൾ എങ്ങനെ ഇപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ എങ്ങനെ അത് പറഞ്ഞ് ഇതാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും ഇതിപ്പോൾ തള്ളാൻ തോന്നിയിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഓവറാക്കുന്നതാണ്, ഇത്ര ഇപ്പോൾ +2 മാർക്ക് കിട്ടുമ്പോൾ ഇത്ര വലിയ കാര്യമാണെന്നൊക്കെ തോന്നിയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ലായിരുന്നു. കാരണം 10ൽ എനിക്ക് മാർക്ക് കുറവായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് റേഞ്ചിൽ നിന്ന് ക്ലാസ് ടോപ്പറൊക്കെ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അന്ന് വലിയ കാര്യം തന്നെ. അന്ന് നല്ല ഇപ്പോഴാണെങ്കിലും എന്നെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു 10ന് +2ത്തെ റിസൾട്ടിൻ്റെ കാര്യം. അപ്പോൾ ഞാനിതിപ്പോൾ എന്തിനാണ് വീഡിയോ ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 10ൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, ഇപ്പോൾ +2ൻ്റെ റിസൾട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും മാർക്ക് എന്താ പറയുക കുറവായിരിക്കും, നിങ്ങളെ പലവരും പുച്ഛിക്കും, പലവരും തളർത്തും, പിന്നെന്താ പറയുക പലവരും പല രീതിയിൽ കുറ്റപ്പെടുത്തും, ചീത്ത പറയും, പലതും ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഇതിപ്പോൾ നമ്മളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വട്ടം നമുക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കാലാകാലം കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ കാലാകാലം താഴെയായിരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ 10 +2 മാർക്ക് കുറവാണെന്നും പറഞ്ഞ് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവില്ല എന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ 10ത്തെ റിസൾട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് എന്തോ ഈ ഒരു വീഡിയോ ഇടണം തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇതിനെ മോട്ടിവേഷൻ ഒന്നും പറയാൻ പറ്റുമോ എന്നറിയില്ല, ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് വന്ന കാര്യങ്ങൾ അതേപോലെ പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും തോന്നുകയാണെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.